കാരണം സാധാരണ ഒരു കേരള യാത്രയൊക്കെ വരുമ്പോൾ ഓട്ടപ്രദക്ഷിണമാണ്. പലപ്പോഴും 3-4 സ്വീകരണ കേന്ദ്രങ്ങളുണ്ടാവും. അവിടെ തന്നെ വരുന്ന ജനങ്ങൾക്ക് പ്രസംഗം കേൾക്കാൻ സമയമില്ല. അവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കുന്നു, അവർ പിരിഞ്ഞു പോകുന്നു എന്നതിനപ്പുറം അതിനൊരു എഫക്റ്റീവായിട്ട് തോന്നുന്നില്ല. സാധാരണ ഓളം ഉണ്ടാക്കുക എന്ന് മാത്രമേ അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കാറുള്ളൂ. പക്ഷേ ഇത് വളരെ സംഘാടനത്തിൽ വളരെ മികവ് പുലർത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം വരുന്ന മുഴുവൻ ആൾക്കാരും അവസാനത്തെ പ്രസംഗം വരെ ശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്നു. അതിനിടയിൽ നേതാക്കന്മാരുടെ പ്രസംഗം വൈവിധ്യമാർന്ന പ്രസംഗങ്ങൾ, അതാണ് ഇതിനെ വളരെ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ യാത്രയിൽ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും കാസർഗോഡ് പ്രസംഗിച്ച ഒരു കാര്യവും കണ്ണൂർ പ്രസംഗിച്ചിട്ടില്ല. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ മറ്റു കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഇതാണ്, എവിടെ വെച്ചാണ് ഈ പ്രിപ്പറേഷൻ നടക്കുന്നത്. ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു, ഏറ്റവും പുതിയ കാര്യങ്ങൾ. ഇപ്പൊ വെനിസ്വേലയിലെ ഇന്ന് പത്രക്കാര് വെനിസ്വേലയിലെ സംഭവമൊക്കെ പത്രക്കാരോട് ഖലീൽ സാഖ് വളരെ വ്യക്തമായിട്ട് ഫാസ്റ്റ് ആയിട്ടാണ് അത്ഭുതപ്പെടുത്തിയ കാര്യം. റയീസ് റഷീദിനെതിരെ ഉണ്ടായ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശമൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ അന്നത്തെ ലേറ്റസ്റ്റ് വാർത്തയാണ്. അതിന് പെട്ടെന്ന് പ്രതികരിക്കുക, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇത്രയും വളരെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, അത് തന്നെ ഏറ്റവും ടെക്നോളജി ഉപയോഗിച്ച് പറയുക, അത്തരത്തിൽ വളരെ പ്രിപ്പയർഡ് ആയിട്ടുള്ള നേതാക്കന്മാരുടെ പ്രഭാഷണം എന്നെ വളരെയേറെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ ബിജു പലതിലും അത്ഭുതപ്പെടാൻ കിടക്കുന്നതേ ഉള്ളൂ. തീർച്ചയായും എനിക്കത് എങ്ങനെയാ നമ്മുടെ ഈ ഒരു സംഗതിയിലൊക്കെ ഒരു അച്ചടക്കൊക്കെ എങ്ങനെ ഫീൽ ചെയ്തു? ഞാനിത് ബിജുവിനോട് പ്രത്യേകം ചോദിക്കാൻ കാരണം ബിജു ഒരുപാട് രാഷ്ട്രീയ പരിപാടികൾക്ക് വർഷങ്ങളായിട്ട് റിപ്പോർട്ടിങ്ങിനൊക്കെ പോകുന്ന ഒരാളാണല്ലോ. ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾക്കായാലും അതുപോലെയൊക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു സംഘാടനത്തെ കുറിച്ച് ബിജു പറഞ്ഞു, പക്ഷെ ഇതിന്റെ ഒരു അച്ചടക്കം ഇപ്പൊ ഇന്ന് പി ടി റഹീം സംസാരിച്ചപ്പോൾ അതാണ് പറഞ്ഞത്. തീർച്ചയായും അതിന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം എല്ലാ ജില്ലയിലും ഒരേ പാറ്റേണിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് വേദിക്ക് അടുത്ത് ഉസ്താദിന്റെ വാഹനം വരാനുള്ള ഒരു സംവിധാനം, ഉസ്താദിന് വിശ്രമിക്കാനുള്ള സംവിധാനം, ഈ കാര്യങ്ങളൊക്കെ വളരെ പ്ലാൻ. ആരാണ് ഇതൊക്കെ ആസൂത്രണം ചെയ്യുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്താണ്. അതുപോലെ തന്നെ ഈ ജാഥയിൽ വരുന്ന ആൾക്കാർ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, എവിടെയും ഒരു 140ഓളം ആളുകൾ ഈ ജാഥയെ അനുഗമിക്കുന്നുണ്ട്. അവർക്കൊക്കെയുള്ള താമസം കാര്യങ്ങളൊക്കെ ഓരോ ജില്ലയിലും അതിന്റെ ക്രമീകരണങ്ങൾ അത്രയും മനോഹരമായിട്ട് സംവിധാനിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, ആൾക്കാർക്ക് നിസ്കരിക്കാൻ വേവേണ്ടിയിട്ട് പേപ്പർ കൊടുക്കുന്നുണ്ട്. പരിപാടി കഴിയുന്നതോട് കൂടി ആ നിമിഷം അത്രയും ക്ലീനിങ് നടക്കുകയാണ്. അതൊക്കെ എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. അത്രയും വളണ്ടിയേഴ്സിന്റെ സമർപ്പണം, അതൊക്കെ തന്നെ ഇതിനു വേണ്ടി മുതൽക്കൂട്ടാക്കി മാറ്റുന്നുള്ളതാണ്. അപ്പോൾ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്ന പോലെ ഇത് ഈ സന്ദേശം മനുഷ്യരോടൊപ്പമുള്ള സന്ദേശം വലിയൊരു മുന്നേറ്റം, ഇത് തിരുവനന്തപുരത്ത് എത്തുന്നതോട് കൂടിയിട്ട് പുതിയൊരു ചരിത്രത്തിന് തുടക്കമാവും എന്ന് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ഇന്നത്തെ വാർത്തകൾ കൂടി കൊടുക്കാം. waytonikah.com, the exclusive Muslim matrimonial site.